ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളെ ലോങ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഞാനിന്ന് പുറത്തു പോവാം, വെറുതെ കറങ്ങാൻ വേണ്ടി. മഴയൊക്കെ അല്ലേ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവളെ പിക്ക് ചെയ്തിട്ട് നേരെ പോവാം. ഓക്കെ, ബാ. അങ്ങനെ അത്ഭുത ജീവിനെ നമ്മൾ ബെസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകും. അതേ തലയിൽ തുമ്പി, ഇടി തുമ്പി ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര നാണ്. മമ്മീനെ വിളിച്ച് കഥ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര പോകാം. അപ്പോൾ നമ്മൾ ഇൻഫോ പാർക്കിന്റെ സ്മാർട്ട് സിറ്റി വരെ എത്തി. അപ്പോൾ നമ്മൾ ഇത് പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പോകുമ്പോൾ എത്തുമ്പോൾ പറയാം. ഇതൊക്കെ തന്നെ അതിന്റെ മോസ്ക്രീം അൻപേ ചില്ലൊക്കെ ഇട്ടിട്ടാണ് സംസാരം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. പല കാരണങ്ങളുണ്ട് അതിന് ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത്ര താമസമായത്. കാരണം എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു. സോ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ഞാൻ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു ടൂർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് കളറായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാൻ പുതിയൊരു ഫോൺ എടുത്തത്, ഇതിനു വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിരിക്കൽ കേവ്സിലേക്ക്. വളരെ മനോഹരമായ വഴികളിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എറണാകുളം സിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗട്ടറൊന്നും ഇല്ലാത്ത വഴി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എറണാകുളത്ത് തന്നെ ഇത്ര മനോഹരമായ വഴികളുമുണ്ട്. ഇത് കണ്ടോ, എന്ത് രസം വണ്ടി ഓടിച്ചു പോകാൻ. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ റബ്ബർ കാടുകളുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗാണ്. വെറും 1.5 മണിക്കൂറാണ് എനിക്ക് എറണാകുളത്ത് നിന്ന് നമ്മുടെ കൊച്ചിയിൽ കേവ്സ് കാണാൻ വേണ്ടി പോകാനെടുത്ത സമയം. ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്കും അവിടെ പോകാട്ടോ. അധികം വലിയ സ്ഥലമൊന്നുമല്ല, എന്നാൽ കാണാനും കുറച്ച് നേരം എൻജോയ് ചെയ്യാനും. നീന്താൻ അറിയുന്ന കൂട്ടുകാരാണെങ്കിൽ അല്പം കൂട്ടുകാരൊപ്പം എൻജോയ് ചെയ്ത് നീന്താനൊക്കെ പറ്റുന്ന കീട്ടിലൊരു സ്പോട്ടാണത്. നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ. ആക്ച്വലി അവിടെ പ്രത്യേകിച്ച് എനിക്കൊന്നും കാണാനോ എന്നെ അട്രാക്റ്റ് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മൾ പോകുന്ന വഴി അടിപൊളിയാണ്. അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ജൂൺ മാസം തുടങ്ങും മുമ്പേ തുടങ്ങിയ മഴ കാരണം നമ്മുടെ ടൂറ് ക്യാൻസലാവുമെന്നാണ് ഞാൻ ആദ്യം കരുതി. പക്ഷേ എന്തോ അന്നേ ദിവസം അങ്ങനെ മഴ പെയ്തേയില്ല. ബട്ട് പെയ്തു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കണ്ടൊക്കെ കഴിഞ്ഞ് തീർന്ന് പോരാറായപ്പോഴാണ് മഴ തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് യാത്രയിൽ തുടക്കത്തിൽ യാതൊരു കുഴപ്പവും നമ്മളെ അഫക്റ്റ് ചെയ്തില്ല. പോകും വഴിയെല്ലാം അതിമനോഹരമായെങ്കിലും അവിടെ എത്തുമ്പോൾ തൊട്ട് മുന്നുള്ള കുറച്ച് വഴി അത് ഇച്ചിരി പാടായിരുന്നു. കുറച്ച് ഓഫ് റോഡ് ഫീലിങ്ങും നമുക്ക് കിട്ടി കേട്ടോ. ഈ പോയപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം പ്രശ്നമില്ലായിരുന്നു. ബട്ട് വരും വഴി എൻ്റെ പൊന്നു ഒന്നും പറയണ്ട. എങ്ങനെയൊക്കെ വണ്ടി കൊണ്ട് പോകുന്നതെന്നറിയില്ല. ആ ചെങ്കൽ മൊത്തം ഒഴുകിയിട്ട് ആ റോഡ് മൊത്തം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോകാൻ. ചെന്ന് പാടെ 2 വഴിയാണ് കണ്ടത്. ഒരു ചേട്ടനാണെങ്കിൽ ഞങ്ങളെ വേറെ വഴി തിരിച്ചു വിട്ടു. പുള്ളിക്കാരൻ്റെ വീടാണ് എന്ന് തോന്നുന്നു. അവിടെ ഒരു ചേച്ചിയുണ്ട്, നല്ലൊരു പെരുമാറ്റം കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചു പോയിക്കോ മക്കളെ എന്നൊക്കെ പറഞ്ഞു. പൈസ വരുമ്പോൾ തന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ കൊച്ചിരിക്ക കേവ്സിലെത്തി. വളരെ അടിപൊളിയായിരുന്നു ആ വ്യൂ ഒക്കെ. നിറയെ ആൾക്കാരുണ്ട്. പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ ആൾക്കാരായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് കൊച്ചിരിക്കൽ കേവ്സ്. നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്ത് വന്നത് ഇത് കാണാൻ വേണ്ടിയാണ്. ബട്ട് ഞാൻ വിചാരിച്ച് ഇതിനു വേണ്ടി വേറെ ഏതോ കേവൊക്കെ ഉണ്ടായിരുന്നു. അല്പനേരം നിന്ന് നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കൊച്ചിരിക്കൽ കേവ്സ് എന്ന കുറച്ച് സ്ഥലത്ത് ഒരു ചെറിയ ഭാഗമാണെന്ന്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മരങ്ങളാണ് എന്നെ അട്രാക്ട് ചെയ്തത് വളരെ വലുതായിട്ട്. എണ്ണ നോക്കുകയാണെങ്കിൽ ഞാൻ 100 രൂപ തരാം. എടി അതിനെ അങ്ങനെ ഉപദ്രവിക്കരുത്.
അറിയാൻ പറ്റത്തില്ല. ചേട്ടാ ഒന്നൊക്കെ നിക്കേട്ടാ. 2, 3, 4, 5. എണ്ണോ 5 ഇത്ര എണ്ണ ഉണ്ടായിട്ട് അവർ നടക്കുന്നത് പറയത്തില്ല. 5, 10 ഒത്തിരി ഉണ്ടടാ. തോറ്റ. അപ്പൊ ഞങ്ങൾ കൊച്ചിരിക്കൽ ഗുഹയുടെ അടുത്തെത്തി. കൊട്ടിടക്ക് കുടീൻ്റെ എത്തി. ആ ബാക്കി അതെ ഇവള് മുള്ളാൻ നിക്കുക, ഞാനല്ല. ബാക്കിലാണ് ആ കുളം. അല്ലല്ല എനിക്ക് മുള്ളാന്നല്ല. അപ്പൊ ഇല്ല, ഇതേ ഞങ്ങൾക്ക് ലേസ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകില്ല അതിന്റെ പാക്കറ്റ് ഒന്നും. അപ്പൊ ഇവിടെ വെള്ളം ഇങ്ങനെ ഉറവയിട്ട് വരുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. എടാ ഒരു കുഞ്ഞോടാ. കഴിഞ്ഞാല് ഇതിന്റെ അകത്തോട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ക്യാപ്ചറിങ് പറഞ്ഞു. നീ നോക്ക്. ഹായ് ഗൈസ് പറഞ്ഞേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യാ ഓൾ മൈ മീഡിയ and all in me. ഓൾ ഇൻ മീ. All in me media. ബാക്കി പറ. ആരാന്നറിയോ നിങ്ങൾക്ക്? ആരാ ആരെന്തുവാ? അല്ല പയ്യൻ പൂച്ചനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പെറ്റിനെ കൊണ്ട്. അപ്പൊ അതിന്റെ മോളിൽ പോണം നമുക്ക്. നീ കേറുന്നോട്ട്. ഊർന്ന് അത് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങും. ഊരാണ്ട് കേറി. വെള്ളം ഇട്ടോണ്ട് കേറും. അപ്പൊ ചെളി പറ്റും. നീ എങ്ങനെ കയറാൻ പറ്റുമോ നോക്കി ആദ്യം. ആ ഇതിന്റെ മോളിൽ കൂടെ ചവിട്ടി കെട്ടി കയറിയാൽ മതി. ഞാൻ മോളിൽ നിൽക്കാം ഫസ്റ്റ്. എന്നാ നീ ഇത് പിടിക്കും, ഞാൻ മോളിൽ കയറാം. വെള്ളത്തിലിട്ട ഞാൻ കൊല്ലും. ഞാൻ ഹലോ ഗായ്സ്, ബാഹുബലി ഓന്നരങ്ങ. ആരിവൻ കല്ലും തൂക്കി പോയിടുന്നേ. ലേസ് എന്നിട്ട് പോടാ. യെസ് യു ക്യാൻ. മോനെ എടാ നീ കേറിടാ. ചേട്ടാ എന്നെ എനിക്കും കേറണം. പിന്നെ സത്യമായിട്ട് എനിക്ക് കേറണം. ഇറങ്ങി താഴെ. ഞാൻ കേറുന്നില്ല, നീയും കേറത്തില്ല. ഞാൻ തുപ്പും. ഞാനത് നിർത്തി വെക്കും. പക്ഷെ ഈ വെള്ളം ഇട്ടോണ്ട് ഞാൻ എങ്ങനെ കേറും? എന്താണ് മണ്ടക്കേറിട്ട് എങ്ങനെ കേറും? ഇറങ്ങടാ. മതി കണ്ടില്ലേ? എക്സ്പ്ലോർ ചെയ്തില്ലേ? ഓക്കെ, ഇതാണ് ഗുഹ. ഇങ്ങോട്ട് ഇറങ്ങി. തരാടാ. തരത്തില്ല. യാറിന്ത പയ്യൻ. ഇത് വെറും ഷോ. ഇത് വെറും പട്ടി ഷോ. എന്നെയും കൂടെ. പക്ഷെ വെള്ളയാ. ചേട്ടാ ഇതായിട്ടാ. ഞാൻ ഓർത്തോ നിന്റെ മണ്ടയിൽ ഇങ്ങനെ വലിഞ്ഞു ചേർന്ന് വരുമെന്ന്. ലേസിനിട്ട് നീ ലേസിനെ കൈ വിടാത്ത എന്താ?
അപ്പൊ അവൾ അടിയിൽ നിന്നിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ട് കേറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കണ്ടോ, ഇതിന്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് കുറച്ചു നേരം നോക്കി നോക്കാം. അപ്പൊ മുകളിൽ നിന്നൊക്കെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. മരത്തിന്റെ വേരൊക്കെ താഴത്തോട്ട് ഇറങ്ങി വന്നേക്കാം. ഭീഷണി ഭീഷണി. എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കുന്നത്, കൈ കുറഞ്ഞു ചെറുതായിട്ട്. ബാ, നമുക്ക് ഇനി പുഴയുടെ അവിടെ പോയി, കുളത്തിന്റെ അവിടെ പോയി അല്പം എക്സ്പ്ലോർ ചെയ്യാം. വിഷമമുണ്ടോ എന്റെ മുകളിൽ കയറാൻ പറ്റാത്തതില്? പേടിക്കണ്ട, വിഷമിക്കണ്ട. അല്ല, അതിന്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങാൻ പറ്റേ? സ്ട്രോങ് മാൻ, ബട്ട് ഇതിനെടുക്കാൻ പറ്റില്ല. എന്നോടുള്ള അരിശം തീർക്കണത് എനിക്ക് ലൈസ് എന്നോടാ. കാലില് കുത്തിക്കയറുന്നു കേട്ടോ. മരിയമോൾ എങ്ങോട്ടാ? ഇത് കിട്ടില്ല സ്പോട്ടാ. എനിക്ക് മറ്റേ കുളങ്കി അത്ര ഇഷ്ടപ്പെട്ടില്ല. പിള്ളേരെ കുളിച്ചോണ്ടാന്ന് അറിയാൻ നല്ല കുത്തിരിക്കും. പക്ഷെ ഇവിടെ അടിപൊളി, നല്ല തണുത്ത വെള്ളം. ഇവിടെ കുടിവെള്ളം എഴുതി വെച്ചിട്ടുണ്ട്, കുടിക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൗകര്യമില്ല, അവൾക്ക് എന്റെ പനിയം വേണം പോലും. ഞാൻ വണ്ടി കയറ്റത്തില്ല. പിടി. ഇനി ചർമ്മം പറഞ്ഞോളൂ. പിടി. ഇനി ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. നീ വെള്ളം കുടിക്കണ്ട, ടേസ്റ്റ് നോക്കണം. നീ പറയണ പോലെ ഞാൻ കുടിക്കും. വേണോ വേണ്ടേ? വേറെ ആരും മണ്ടലോട്ട് അങ്ങനെ കേറുന്നില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. അല്ല, നീ മൂത്രവെള്ളം കുടിച്ച് നട്ടുകാരി നട്ടുകാരെ പലതും പറയും, നമുക്കെന്താ. അല്ല, മറ്റേ പടം ഉണ്ടല്ലോ, ഏതാണ്? ചാർലിയിൽ അവൻ അങ്ങനെ വെള്ളമൊക്കെ കുടിക്കുന്നില്ലേ, റിസോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പടം കഴിഞ്ഞപ്പോ പുള്ളിക്ക് മഞ്ഞപ്പിത്തം വരാൻ പാടില്ലാത്തതാണ്. ഇവിടെ നോക്കൂ. ഞാൻ ആ ഗുഹയ്ക്ക് കയറിയപ്പോ, നിന്നെ കൂട്ടാതെ പോയി കഴിഞ്ഞാൽ ഞാൻ വേർക്കും. കൂട്ടി പോയിരുന്നെങ്കിലും അതെ, അവിടെ കിടന്നേനെ വെള്ളത്തിൽ അല്ലേ. എന്റെ പോക്കറ്റ് വെക്കണ്ട. ലേസ് എന്നവര് ലേസ് സ്വന്തം പോക്കറ്റ്. എന്നാ ഇയാളുടെ പോക്കറ്റ് വെക്കണം. അല്ല, തന്റെ പോക്കറ്റിൽ വെക്കണം, സ്വന്തം പോക്കറ്റിൽ വെക്കണം കേട്ടോ. സ്വന്തം പോക്കറ്റിൽ സ്പേസ് ഇല്ല, സമ്മതിക്കൂല. ജർമ്മൻ ടീച്ചറാ. എന്റെ പോക്കറ്റിൽ ലേസിന്റെ പോക്കറ്റിൽ. എടി നനക്ക് കണ്ട ഈ ജന്തുവിനെ നനച്ച്. വേണ്ട, ഇല്ല, നിർത്തത്തില്ല. ഇല്ലല്ലോ. എന്നാ മുഖം കഴുകിക്കോ, കാല് കഴുകിയ വെള്ളം. എടി മേലാണെങ്കിലേ എക്സ്പ്രഷൻ നോക്കണം. ഞാൻ ഇതൊക്കെ അമ്മച്ചിക്ക് അയച്ചു കൊടുക്കും. തന്നാനേ താനേ തന്നെ തന്നാനേ താനെ കോടതി. ഇല്ല, ചെന്ന് അരമണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങളത് മൊത്തം കണ്ടു തീർത്തു കേട്ടോ. അങ്ങനെ കാണാനൊന്നുമില്ല, ജസ്റ്റ് ഒരു കുളം,
പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ അത് കൂട്ടുകാരൊക്കെ ആയിട്ട് നീന്താൻ അറിയുന്നുണ്ട്. ബട്ട് എനിക്ക് നീന്താൻ അറിയില്ല സത്യത്തിൽ. അപ്പോൾ പിന്നെ അതൊന്നും നടക്കത്തില്ല. സോ ഞങ്ങൾ നേരെ പോകാൻ തന്നെ കരുതി കേട്ടോ. പോകുന്നതിടയിൽ ഒരു തേരട്ടനെ കണ്ടു. അതുപോലെ അവൾ ഒച്ചപ്പാടും ബഹളം എടുക്കാൻ തുടങ്ങി. ഞാൻ അപ്പം തേരട്ടനെ കണ്ടിട്ട് അത് കടിക്കുന്നു പറഞ്ഞ് നിൽക്കുക. നീ ഇടുക്കിക്കാരിയാണോ? സത്യത്തിൽ പറ. ഇല്ലടാ, അല്ല. അതിനെ നശിപ്പിക്ക്. അപ്പൊ അധികം നേരം ഒന്നും കാണാനൊന്നുമില്ല. കൂടി പോയ 1/2 മണിക്കൂർ. അത്രക്കുള്ള ചെറിയൊരു സ്പേസ് ഉള്ളൂ നമുക്ക് കാണാൻ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നൈസായിട്ട് പോവാണ്. നീ അടുത്ത ഏതെങ്കിലും സ്പോട്ട് ഉണ്ടെന്ന് നോക്കണം, അല്ലെങ്കിൽ നേരെ എറണാകുളത്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരെ ചൂസ് ജർമ്മനി ചൂസ്. ഇവിടെ ഒരു ചേച്ചിനെ പരിചയപ്പെട്ടു. പുള്ളിക്കാരി ഒരു തങ്കമണി എന്നാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പെൺപിള്ളേർക്കാണെങ്കിലും ആൺപിള്ളേർക്കാണെങ്കിലും ഡ്രസ്സ് മാറാനുള്ളൊരു ഇതൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, കൂട്ടുകാരായിട്ട് വരാം, അടിച്ചു പൊളിക്കാം. മഴയാണ്, പിന്നെ വെള്ളം കൂടും. ഇപ്പോൾ ഉള്ളതിനേക്കാളും വെള്ളം കൂടും. അപ്പോൾ സൂക്ഷിക്കുക, വരിക, പോവുക, എൻജോയ് ചെയ്യുക. ബൈ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ബ്ലോഗ് നിർത്താൻ കരുതിയ, ബട്ട് ഇവിടെ അടുത്ത് ശൂലം വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് പോകാം. ബാ പിടി. എന്താണ് ഇപ്പൊ അവിടെ സംഭവിച്ചത് ചേട്ടാ? ഇത് വേണേ ഞാൻ ഇടുക്കിയായിട്ട് താരതമ്യം ചെയ്യാം. കൊച്ചിരിക്കൽ കേവ്സിൽ നിന്ന് നമ്മുടെ ശൂലം വാട്ടർഫാൾസിലേക്ക് 2 വഴികളാണ് ഉള്ളത്. 2 ഏകദേശം സിമിലറാണ് ദൂരം. ഒന്ന് ഒരു ഹൈവേ, മറ്റൊന്ന് വീടുകളുടെ ഇടയിൽ കൂടെ പോകുന്നൊരു വഴി. ഞങ്ങൾ സെലക്ട് ചെയ്തത് 2ാമത്തെ വഴിയാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി നാട്ടുപ്രദേശം, നമ്മുടെ മരിയക്കുട്ടിക്ക് കട്ടപ്പന എത്തിയ പോലെ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടി. പോകുന്ന വഴിയായിട്ട് ഈ കമ്പിവേലിയിലൊക്കെ ഡ്രസ്സൊക്കെ ഉണക്കാനായിട്ട് കണ്ടു. പക്ഷെ വഴിയൊക്കെ അടിപൊളിയാട്ടോ. ഇങ്ങനെ പഴയ നമുക്കൊരു ഓഫ് റോഡിങ് ഫീലിംഗ് ഒക്കെ കിട്ടുന്ന വഴി. റബ്ബറും കാടും എല്ലാം കണ്ട് ഞങ്ങൾ നേരെ പോയി. മെയിൻ റോഡ് എത്തും മുമ്പ് ഒരു മീശക്കാരൻ ചേട്ടനെയും ഒരു ചേച്ചിയും ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ്റെ ചിരിയാണ് ചിരി. അടിപൊളി കിട്ടില്ല മീശയാണ് ചേട്ടൻ്റെ. എന്ത് ഹൈവേയിൽ നിന്ന് ഒരു 5 മിനിറ്റ് തീരും മുമ്പ് ഞങ്ങൾ അവിടെ എത്തി. You mean coca? പാറടാ, പാറ പൊട്ടിക്കുന്ന സ്ഥലം എന്താ പറഞ്ഞ? കോറയോ? കോറിയിലടാ. Oh my god. നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടല്ലോ ഗൈസ്. കുടികൊള്ള വഴിയില്ലേ ചേട്ടാ? ഇല്ലടാ.
ചേട്ടനോട് ചോദിച്ചോ. നടന്ന് പ്രാന്താന്ന് എനിക്ക് ഇപ്പോഴാ ശരിക്കും മനസ്സിലായി. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് സുഖമായിട്ട് ഇതിന്റെ അകത്ത് ഇറങ്ങാൻ പറ്റുമേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. നീ എപ്പോഴാണ് കുളത്തിൽ പോയത്? കുഞ്ഞിലെ കുഞ്ഞിലെ എന്ത് മീനും പിടിച്ചപ്പോളാ? ഈ മീന് പിടിച്ചപ്പോ തൊപ്പലാണ്. ഞാനിവിടെ ഇരിക്കാൻ, ചേട്ടൻ താഴേക്ക്. കലക്ക സ്പോട്ട് കേട്ടോ. ഞങ്ങള് കാലക്കിട്ട് ഇരിക്കും. ഏതോ പാറമണ്ടി നമ്മ വെള്ളം കലക്കാനൊന്നും വന്നേക്കണല്ല, ജസ്റ്റ് കുറച്ച് നേരം. അതായത് ഈ ശൂലം വാട്ടർഫോൾസിന്റെ അടുത്താണ്. പക്ഷെ നമുക്ക് അവിടെ വരെ എത്തിയിട്ടില്ല. നമ്മളിതുവരെ വഴിയേറ്റ് ഇപ്പുറത്തെ വഴിയെ കയറിയത്. സോ ഞങ്ങൾ ഇവിടെ പാറമട ഇവിടെ കുറച്ച് നേരം കാലക്കിട്ട് ഇരിക്കാൻ വന്നത്. ഇതാണ് എന്റെ കൂടെ തന്നെ ഞാൻ എനിക്ക് വേണ്ടി മീം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന എന്റെ അടിമക്കാണത്. അതെ, സഹിക്കണം, നീ സഹിക്കണം. ഇത് കഴിയുമ്പോ നിന്നെ എനിക്ക് കിട്ടും. അതെ, ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക ഒരാൾ എന്നെ തല്ലാൻ വേണ്ടി. നമ്മളിപ്പോ ഏതൊരു കാട് വഴി ഇപ്പോ അതിന്റെ അടിയിലോട്ട് പോവാൻ നോക്കുക, അറിയില്ല എങ്ങനെയാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ അകത്തോടെ എത്തുന്നത്. പലരോടും ചോദിച്ചു, വഴിയുള്ളവരോടൊക്കെ ചോദിച്ചു, പക്ഷെ അവർക്കൊന്നും ആർക്കും അറിയാത്ത പോലെ സംസാരിച്ചത്. അപ്പൊ ഞാനും അവളും കൂടി താഴത്തോട്ട് പോവാനുള്ള നടപ്പാത വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ വണ്ടി വെച്ചു. ഇതാണ് കോറി. അതിന്റെ അപ്പുറത്തൊരു ചെറിയ ചെക്ക് ഡാം ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ വെള്ളച്ചാട്ടം. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ വഴിയുണ്ട്, അവിടെ വഴിയുണ്ടാ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ. അഡ്വഞ്ചർ വഴിയാ. ഞാൻ ഈ ഫോണൊക്കെ ചേട്ടയുടെ പോക്കറ്റിൽ തരാം, അല്ലെങ്കിൽ എന്റെ പോക്കറ്റ് വെക്കാം. വേണ്ട, എന്റെ പോക്കറ്റ് വെച്ചോളാം. നിന്നെ കുട്ടാ. വഴിയുണ്ട്. ഇതാണ് ആ കാണുന്ന വഴി. ശരിക്കൂടെ നമ്മൾ സൂക്ഷിച്ച് വേണം പോവാൻ. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ നമ്മൾ താഴെ കിടക്കും. ചെറുപ്പൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനാല് നമ്മൾ എങ്ങനെ ഇറങ്ങും? ഫസ്റ്റ് ഞാൻ നിന്നെ കൈ പിടിച്ചിറക്കി തരാം. കേട്ടാ? ഇഷ്കാനൊന്നും വേണ്ട. പതുക്കെ ഇഷ്കാൻ പതുക്കെ ഇറങ്ങും. പതുക്കെ പിടിച്ചിറങ്ങ്. എന്നെ ആരും എടുക്കും? തമ്പുരാനെ, ഞാൻ എടുക്കാൻ പറഞ്ഞില്ലേ? വേണ്ട, ഞാൻ ഇറങ്ങണം. അങ്ങനെയല്ല, പോവല്ലേ മാഡം. സ്വന്തമായിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് പിന്നെ എന്താ ഈ വെള്ളത്തിൽ വീഴുന്നത്? പതുക്കെ ഇറങ്ങിയാ മതിയേ. പാറയിലൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ എടുക്കാൻ വെച്ചാൽ പല്ലില്ലേ, അത് തന്നെ പോയി കിട്ടും. എനിക്ക് ചേട്ടൻ ഇറങ്ങുമ്പോഴാ പേടി. എനിക്ക് നീയും. എന്തുണ്ടെന്ന് നാട്ടുകാരെ നോക്കിക്കോ. ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ഒരു ജീവിയാണ് പോകുന്നത്, കരിങ്കുരങ്ങ്. എടി, കഷായം വെക്കാൻ വേണ്ടി ആരോഗ്യത്തിന് നല്ലത് കരിങ്കുരങ്ങ. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അതെ, വെറും ആത്മാർത്ഥത. പിടിച്ചിറങ്ങാനല്ലത്. എടി, ഇത് റബ്ബറാടി. നീ എവിടത്തെ ഇടുക്കിക്കാരാ? ഈ ഇടുക്കിക്കാരിയാടി. ഇത് കണ്ട, റബ്ബറിന് മറ്റേ കപ്പ് വെക്കണ സാധനം എന്നിട്ട് പറയാ ഇത് പിടിച്ചിറങ്ങാനുള്ളതാണ്. അജോടാ, നീ പറഞ്ഞില്ലായിരുന്നു, ചേട്ടന് മനസ്സിലാവുന്നില്ലടാ. അതാ നിന്റെ ശേഖം. തമ്പുരാനറിയാ. ഫുൾ എക്സ്പ്ലോറേഷൻ ആണല്ലോടാ.
അതെ, വളർന്നു വരുന്ന. പതുക്കെ 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 ഇറങ്ങി. അട്ടെ എവിടെ? ആ തേരട്ടേടി, അത് കടിക്കില്ലെന്ന്. ഫുൾ ചെറുക്കന്മാരടാ. ഇവർക്കൊന്നും എണീറ്റ് പോകും. ഇതെല്ലാം ക്യാമറയിൽ പതിയുന്നുണ്ട്, താങ്കൾ ഓർക്കണം. അങ്ങനെ ഞങ്ങൾ എത്താറായി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവിടെ ഞങ്ങൾ ശബ്ദം കേൾക്കുന്നത് അല്ലേ? ശബ്ദം കേൾക്കുന്നുണ്ടോ? യെസ്, എന്റെ ബുജ്ജി പറയുന്നത് ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഗായ്സ്. കേറി പോവാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു വെറൈറ്റിക്ക്. നിന്നെ കണ്ടാ തോന്നും, പക്ഷെ എന്നെ ബുജ്ജിയുടെ കൂടെ നടക്കുന്ന, അതെ, ഡോറയായിട്ട് കൂട്ടും. ആ നന്നായിടി, എന്നെ വലിച്ചു താഴത്തോട്ടിട്. ഓ എന്റെ കാലാണ് തെന്നുണ്ട്. ഉരുട്ട് നീ കൈ പിടിക്കും. വേണ്ട വേണ്ട വേണ്ട, അപ്പൊ എന്റെ കാല് മുള്ളും. കാലും മുള്ളുന്നല്ല, കാലിൽ മുള്ളു കൊള്ളും. കിണിക്കാതെ നീ, കിണിക്കാതെ. എരിക്കൂടൊക്കെ നടക്കുമ്പോഴേ നല്ല പായലുണ്ട്. അതെ, നീ എന്റെ കാലിൽ മുള്ളുന്നാണ് ഞാൻ പറഞ്ഞത്. പതുക്കിറങ്ങ് പതുക്കിറങ്ങ് പതുക്കിറങ്ങ്. എടി ഇവിടെ ഇരുന്ന് കൊടുത്താൽ മതി, നമ്മ അവിടെ എത്തുന്ന തോന്നുന്ന മിക്കവാറും. അങ്ങോട്ട് ഇറങ്ങാം, പതുക്കിറങ്ങ്. വാ 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 വാ, പതുക്കെ 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 പതുക്കെ. ആ വാ പതുക്കെ പതുക്കെ വാ. ആ ആ ആ, പതുക്കിറങ്ങ്. പോട്ടെ. എവിടെ അട്ട? ഈ തേരട്ടയ്ക്കാണ് ഇവിടെ അട്ട അട്ട. അട്ട വേറെയാ, അത് കടിച്ചു കഴിഞ്ഞാൽ ചോര പിടിക്കും. എടി അട്ട കടിച്ചാലും വേദനിക്കില്ല ആക്ച്വലി. നമുക്ക് കട്ടപ്പനയ്ക്ക് വണ്ടി കയറ്റിവിടാം ഞാൻ തന്നെ. മമ്മി ഒരു അട്ട ഉണ്ടാവും. വേണ്ട വേണ്ട. എടാ അവരൊക്കെ എങ്ങനെ എത്തിയടാ? നമ്മൾ ഇപ്പുറത്തെ വഴി കയറി ഇറങ്ങിയാണ്. എനിക്കറിയില്ല എന്താന്ന്. അതെനിക്കറിയില്ല കേട്ടോ. ജർമ്മൻകാരിയാ, ജർമ്മൻകാരി. ഉറുമ്പിനെ. ഈ വഴി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. യെസ്, ലാസ്റ്റ് ഞങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തി. പതുക്കെ 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 ഇറങ്ങി. പൊക്കോ. പതുക്കെ പതുക്കെ പതുക്കിറങ്ങ് 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 പതുക്കിറങ്ങ്. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങിക്കോ, എന്നെ കൈ പിടിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് ഇറങ്ങി. ഇങ്ങോട്ട് ഇറങ്ങി, ഈ കുഴിയിലോട്ട് ഇറങ്ങി. ഇനി പതുക്കെ അങ്ങോട്ട് ഇറങ്ങി. വേണ്ട, ഞാൻ പതുക്കെ പിടിച്ചില്ലേലും അവിടെ വരെ. അവിടെ നോക്കി, നാട്ടുകാർ കൊണ്ടിട്ടാ നല്ല വൃത്തികെട്ട വേസ്റ്റ് പ്ലാസ്റ്റിക്. ചേട്ടയാണെങ്കിൽ കണ്ടതിന് ഇപ്പൊ 10 പേര് നമുക്ക് ആ വഴി തന്നെ നോക്കിയാലോ, അതാണ് ബെറ്റർ. വാ തിരിച്ചു കയറാവാ, ആ വഴി കയറാം. ഈ വെള്ളം അഴുക്കുള്ളിടത്ത് കാലിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല. വാ, അവിടെ നിറയെ അഴുക്കാ. വേറെ ആരും അല്ല, നമ്മൾ തന്നെ നിറയെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. മാക്സിമം ഇങ്ങനത്തെ സ്ഥലത്ത് പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക. കയറി 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 കയറി. പരിസരത്തൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നെ ദോഷം വരുള്ളൂ, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോ ഇതൊക്കെ ബുദ്ധിമുട്ടാ.
ലോങ് വീഡിയോ. ചെരിപ്പൂരിട്ടിട്ട് പോയാലോ? ഹിയർ ഞങ്ങളിവിടെ ചെരിപ്പൂരിട്ട് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. അത് നന്നായിരിക്കും. വേണ്ട, അതാകെ ഇതാണ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് കാണാൻ കൊതിച്ച സാധനം. അടിപൊളിയായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. പോണ് മരങ്ങാട്. കണ്ടോ ഈ വിഷ്വല് കണ്ടോ നിങ്ങള്? മോനെ ഞങ്ങൾ വെള്ളത്തിലാണ് ഇരിക്കുന്ന മോനെ.
പോക്കം പിടിച്ചാണ് നോക്ക്. ഇതൊക്കെ ഞാൻ വീഡിയോ യൂട്യൂബിലിടും ചേട്ടാ. നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന 2 ഫോൺ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടും. ഞാൻ വാങ്ങിത്തരില്ല, എന്റെ പൈസ ഇല്ല. ഈ 2 പോക്കറ്റ് ഉണ്ടാവില്ല ഓൾറെഡി. ഇനി അതിന്റെ അകത്തോട്ട് വെള്ളം കേറോ ഇല്ലയോ അതിനുണ്ടോ? അടിക്കല്ലേ? ഇല്ല, 2 പോക്കറ്റ് തന്നെ ഇല്ല. പക്ഷെ നനഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെയല്ല നോക്ക, അങ്ങനെ തന്നെ അനുമാനിക്കാം. നനഞ്ഞ് 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 നനഞ്ഞിട്ടില്ല. ബാക്കിലേക്ക് വെള്ളം ഇങ്ങനെ കുത്തി വന്ന് അടിച്ചോണ്ടിരിക്കുക. ഒരു പ്രത്യേക തണുപ്പാണ് കയറുക. നിനക്ക് എന്ത് തോന്നുന്നു? പറയൂ പറയൂ അഭിലാഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പറയൂ. ക്യാമറ നിർത്തിയിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ടാണല്ലോ താങ്കൾക്ക് മൊഴി ചെയ്യാൻ വേണ്ടി. ഫോൺ ഫോൺ നിന്റെ ഫോൺ ഫോൺ ചിന്ത പൊട്ടിയിരിക്കുക. ഇതിപ്പോ കയറി തീർന്ന്. അങ്ങനെ തരില്ല, തരില്ല ഞാൻ. ഓ തണുപ്പ്. മറ്റേ ഏത് പടമാണ്? ആനന്ദ സിനിമയിൽ നസ്രിയ പറയുന്നത്, ഇഷ്ടപ്പെട്ട ആളെ കാണുമ്പോ അടിവയറ്റിൽ മഞ്ഞ് വിടുന്നു, നനഞ്ഞ് നനഞ്ഞ് നനഞ്ഞിട്ട് അടിവയറ്റിൽ നനഞ്ഞു. പണ്ണി പൈസ തന്നെ അങ്ങോട്ട് മിണ്ടാതിരിക്കാൻ. അല്ലെങ്കിൽ പറ്റും. ചിത്രയാണ്, ചിത്രാമ്മ. മറ്റേ പയർനായ പാട്ടൊന്നും പറയും ചിത്രം മേഡം. അത് പറ്റത്തില്ല. സിമ്പിള് പറ്റില്ല, സിമ്പിള് പറ്റില്ല. ഞങ്ങൾക്ക് ടഫ് സോങ്സ് മാത്രം. ആ പാട് അടുത്ത്. എല്ലോളത്തിന് ആ പാടും പാടും. ഇതിന്റെ മുമ്പിൽ പാടണം. അതാണ് അതാണ്. Come on, come on guys, പാട്. വെള്ളം തരച്ചതാ. പാടല്ലേ പാടല്ലേ നീ പാടല്ലേ. പടാ ഇവിടെ കുരു വന്നടാ. എന്താ ചെയ്യാ, പെൺപിള്ളേർക്ക് തോറ്റി. തുപ്പല്ലേ തുപ്പല്ലേ. പിറ്റുന്ന കാര്യം പിറ്റുണ്ടത്. ഇനി അത് അക്ഷരമുള്ളത് ഇല്ല. അങ്ങനെ വെള്ളം കൂടി. നെഹി നെഹി മാലും. എനിക്ക് ഹിന്ദി അറിയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇതിലെനിക്ക് ഉത്തരവാദിത്വമില്ല. ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല. ആ ശരി, ഈ വീഡിയോ 1000 പേര് കാണുകയാണെങ്കിൽ, നിന്റെ ഫോൺ കേടാവുകയാണെങ്കിൽ നമുക്ക് നന്നാക്കി തരാം. മടുക്കും. പൊളിക്കുന്നമ്മ. ഷെയർ സബ്സ്ക്രൈബ് 59. ആ ആ കമോൺ അമ്മേ. ആ കമോൺ. പറ 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 വേഗം പറ. ഒന്നുകൂടി ഫുള്ള് പറയണേ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാല് 19. ആ ഇനി പറയാൻ കേട്ടോ. ഇത് നോക്കി, ഇവിടെ 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 ക്യാമറ നോക്കി പറ. കമോൺ. വേഗം മഴക്കാറ് വീട്ടിൽ പോണം. ആ പറ പറ കമോൺ. പറ പറ വേഗം പറ വേഗം പറ.
നല്ല മഴക്കാറ് വിട്ടാല മഴ കൂടും, വെള്ളം കൂടും. അപ്പൊ ബായ്. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും വരാം. നേരത്തെ പറഞ്ഞ പോലെ അല്ല, ശരിക്കും വഴി. എനിക്ക് പതുക്കെ അണിഞ്ഞില്ലടാ, പിന്നെ അണിഞ്ഞില്ല. അങ്ങോട്ട് ഇറങ്ങി, ഇവിടെ കയറാൻ പറ്റുന്നില്ല. ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങി തുടങ്ങി. ബട്ട് മഴക്കാറുണ്ട്. നമ്മൾ നേരെ പോവാണ്, തെറിക്കാണ് വിട്ടോട്ട്. പതുക്കെ പതുക്കെ നടക്ക്, പതുക്കെ നടക്ക്, പതുക്കെ 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 നടക്ക്. നടക്ക്. പോട്ടെ 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 പോട്ടെ. വഴുക്കലുണ്ട് പതുക്കെ. കേറിക്കോ, പതുക്കെ നടന്നോ. ഞാൻ അടുത്ത് അപ്പുറത്തോട്ട് കാല് വെച്ച്, പതുക്കെ കാല് വെച്ച്. പോട്ടെ 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 പോട്ടെ. കൊല്ലം കൊണ്ടുപോകണം.